ഹലോ നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. 1001 രാത്രിയിലെ 38ാമത്തെ കഥയുടെ 2ാം ഭാഗമാണ് ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. കഥ ഉമർ രാജാവിൻ്റെയും പുത്രന്മാരുടെയും കഥ. അഫ്രുദ്ദീൻ സുൽത്താൻ്റെ സന്ദേശവുമായി ദൂതന്മാർ എത്തിയിടത്താണല്ലോ കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ കഥ നിർത്തിയത്. തുടർന്ന് കേട്ടോളൂ. ഉമർ രാജാവിന് വന്നിട്ടുള്ള ആ സന്ദേശം എന്തായിരുന്നെന്നോ? ഇതാ സന്ദേശം ഇങ്ങനെ വായിച്ചു. കുറച്ചുനാൾ മുമ്പ് ഒരറബി പ്രമാണിക്ക് മഹാനായ അലക്സാണ്ടർ ചക്രവർത്തിയുടെ കാലത്തുള്ള ഒരു നിധി കിട്ടി. വിലമതിക്കാനാവാത്ത പല വസ്തുക്കളോടൊപ്പം 3 വലിയ രത്നങ്ങളും അക്കൂട്ടത്തിലുണ്ടായിരുന്നു. ഒട്ടകപ്പക്ഷിയുടെ മുട്ടയുടെ വലിപ്പമുള്ള ആ രത്നങ്ങൾ ഓരോന്നും ചരടിൽ കോർക്കാൻ പാകത്തിന് ദ്വാരമിട്ടിട്ടുള്ളവയും ഏതോ പുരാതന ലിപി പുറത്ത് രേഖപ്പെടുത്തിയിട്ടുള്ളവയും അത്ഭുത ശക്തിയുള്ളവയുമാണ്. അത് കഴുത്തിൽ അണിയുന്നവർക്ക് രോഗബാധയുണ്ടാകുന്നതല്ല. പ്രത്യേകിച്ച് കുട്ടികളാണെങ്കിൽ പനി, മലബന്ധം മുതലായ അസുഖങ്ങൾ തീണ്ടുകയേ ഇല്ല. ഞങ്ങളുടെ രാജാവിൻ്റെ പ്രീതി നേടാൻ ഇതിൽ പുറം ഒരു അവസരമില്ലെന്ന് മനസ്സിലാക്കിയ അറബി രത്നങ്ങൾ 3 അദ്ദേഹത്തിന് കാഴ്ചവെക്കാൻ തീരുമാനിച്ചു. അതിനായി 2 കപ്പലുകൾ അയാൾ വാടകയ്ക്കെടുത്തു. ഒന്നിൽ രത്നങ്ങളും മറ്റു വിലപിടിച്ച കാഴ്ചദ്രവ്യങ്ങളും നിറച്ചു. 2ാമത്തെ കപ്പലിൽ കാവൽക്കാർ സഞ്ചരിച്ചു. അഫ്രുദ്ദീനു വേണ്ടി കൊടുത്തയച്ച വസ്തുക്കൾ തട്ടിപ്പറിക്കാൻ ആരും ധൈര്യപ്പെടുകയില്ലെന്ന് അയാൾ കരുതി. പക്ഷേ ഉൾക്കടലിൽ വെച്ച് സിസേറിയയിലെ ഹർദൂബ് രാജാവിൻ്റെ ഗ്രീക്ക് സൈന്യം കപ്പലുകളെ ആക്രമിച്ച് കാഴ്ച വസ്തുക്കൾ പിടിച്ചെടുത്തു. അത് കേട്ടറിഞ്ഞ ഞങ്ങളുടെ രാജാവ് സൈന്യത്തെ അയച്ചെങ്കിലും ഹർദൂബ് അവരെ തോൽപ്പിച്ചു. 2ാമത് പോയ മറ്റൊരു സൈന്യത്തിനും അയാളെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ഞങ്ങളുടെ രാജാവ് നേരിട്ട് യുദ്ധത്തിനിറങ്ങുകയാണ്. ശത്രുവിനെ നശിപ്പിച്ചേ മടങ്ങൂ എന്ന് അദ്ദേഹം ശപഥം ചെയ്തിരിക്കുന്നു. മഹാപ്രഭു, ഈ യുദ്ധത്തിൽ അങ്ങയുടെ സഹായം അഭ്യർത്ഥിക്കാനാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. യുദ്ധം ജയിക്കുമ്പോൾ അങ്ങയുടെ യശസ് പടിഞ്ഞാറൻ നാടുകളിലും വ്യാപിക്കും. അങ്ങയുടെ അന്തസ്സിന് ചേർന്ന വിലപിടിച്ച സമ്മാനങ്ങൾ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അത് സ്വീകരിച്ച് ഞങ്ങളെ ധന്യരാക്കണം. പറഞ്ഞു തീർന്ന് ദൂതൻ വിടവാങ്ങി. കോൺസ്റ്റാന്റിനോപ്പിൾ സിംഹാസനത്തിൽ വാണരുളുന്ന അഫ്രുദ്ദീൻ കൊടുത്തയച്ച സമ്മാനങ്ങൾ ഇത്രയുമായപ്പോഴേക്കും നേരം പുലരുന്നത് കണ്ട് ഷഹറാസാദ് ഔചിത്യപൂർവ്വം മൗനം പാലിച്ചു. അടുത്ത രാത്രി സമാഗതമായപ്പോൾ അവർ വീണ്ടും കഥ പറയാൻ ആരംഭിച്ചു. കോൺസ്റ്റാന്റിനോപ്പിൾ സിംഹാസനത്തിൽ വാണരുളുന്ന അഫ്രുദ്ദീൻ രാജാവ് ഉമർ അൽ ന്യൂമാൻ ചക്രവർത്തി കൊടുത്തയച്ച സമ്മാനങ്ങൾ ഇവയൊക്കെയാണ്. സൗന്ദര്യധാമങ്ങളും സർവാഭരണ വിഭൂഷിതകളുമായ ഗ്രീക്ക് കന്യകമാർ 50 പേർ, സ്വർണത്തിലുള്ള കർണാഭരണങ്ങളും പട്ടുകുപ്പായങ്ങളും ധരിച്ച സുന്ദരന്മാരായ റോമൻ യുവാക്കൾ 50 പേർ, പിന്നെ വിലപിടിപ്പുള്ള കാഴ്ചദ്രവ്യങ്ങൾ നിരവധി. ഉമർ ചക്രവർത്തി പാരിതോഷികങ്ങൾ സന്തോഷപൂർവ്വം സ്വീകരിച്ചു. ദൂതന്മാരെ വേണ്ടുവിധം സൽക്കരിക്കാൻ നിർദ്ദേശം നൽകി. എന്നിട്ട് മന്ത്രിമുഖ്യരെ വിളിച്ചു ഉപദേശം ആരാഞ്ഞു. വയോവൃദ്ധനായ മന്ത്രി ദണ്ഡൻ ഇങ്ങനെ പറഞ്ഞു: സംപൂജ്യനായ മഹാരാജാവേ, കോൺസ്റ്റാന്റിനോപ്പിളിലെ ഭരണാധികാരി ക്രിസ്ത്യാനിയും അല്ലാഹുവിൽ വിശ്വസിക്കാത്തവനുമാണെന്നത് ശരി തന്നെ. പക്ഷേ അയാളുടെ ശത്രുവും അല്ലാഹുവിൽ വിശ്വസിക്കാത്തവനാണ്. അതുകൊണ്ട് തന്നെ അവർ തമ്മിലുള്ള ശത്രുതയിൽ കക്ഷി ചേരുന്നത് നമ്മുടെ വിശ്വാസ പ്രമാണങ്ങൾക്കെതിരല്ല. അഫ്രുദ്ദീനെ സഹായിക്കാൻ രാജകുമാരൻ ഷേർഖാന്റെ നേതൃത്വത്തിൽ ഒരു സേനയെ അയച്ചു കൊടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. 2 കാരണങ്ങൾ കൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഒന്നാമത്, അയാൾ കൊടുത്തയച്ച സമ്മാനങ്ങൾ അങ്ങ് സ്വീകരിച്ചു. 2ാമത്, ദുർബലനായ സിസേറിയൻ ഭരണാധികാരിയെ തോൽപ്പിക്കാൻ എളുപ്പമാണ്. താൻ മൂലം അങ്ങയുടെ യശസ് വർദ്ധിക്കും. പശ്ചിമ ദിക്കുകളിലെ രാജാക്കന്മാർ അങ്ങയുടെ മൈത്രിക്ക് വേണ്ടി കാഴ്ചദ്രവ്യങ്ങളുമായി കാത്തു നിൽക്കും. മന്ത്രിമുഖ്യൻ ദണ്ഡന്റെ ഉപദേശം രാജാവിന് ഹിതമായി. മിടുക്കൻ, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. സൈന്യത്തിൻ്റെ നായകനായി നിങ്ങളെ നാം നിയോഗിച്ചിരിക്കുന്നു. പിൻനിരയെ നയിക്കട്ടെ എന്ന് നാം കൽപ്പിക്കുന്നു. ഉടനെ തന്നെ രാജാവ് മകനോട് യുദ്ധത്തിന് തയ്യാറാകാൻ പറഞ്ഞു. പയറ്റി പഴകിയ 10,000 ഭടന്മാരെ തെരഞ്ഞെടുത്ത്
അവർക്ക് മതിയായ പ്രതിഫലം മുൻകൂർ കൊടുത്തു. ഒപ്പം 3 ദിവസത്തെ വിശ്രമവും വിനോദവും അവർക്ക് അനുവദിച്ചു. നീണ്ട യാത്രയ്ക്കാവശ്യമുള്ള സന്നാഹങ്ങളെല്ലാം തയ്യാറായി. ഷേർഖാൻ കൊട്ടാരത്തിലെ ആയുധപ്പുരയിൽ ചെന്ന് സ്വർണവും രത്നങ്ങളും പതിച്ച ആയുധങ്ങൾ അടിമുടി ധരിച്ച് യുദ്ധസജ്ജമായി. കുതിരാലയത്തിൽ ചെന്ന് ഒന്നാന്തരം ഒരു കുതിരയെ തിരഞ്ഞെടുത്തു. ഒരു സാമന്ത രാജാവ് ഉമറിന് കാഴ്ചവെച്ച ആ അശ്വത്തെപ്പോലെ ശക്തിയും ബുദ്ധിയുമുള്ള മറ്റൊന്ന് ഈ ഭൂമുഖത്ത് അന്നുണ്ടായിരുന്നില്ല. 3 ദിവസത്തെ തയ്യാറെടുപ്പിന് ശേഷം ഭടന്മാർ നഗരത്തിലെ വെളിയിൽ ഒത്തുകൂടി. ഷേർഖാന് ചക്രവർത്തി 7 പെട്ടി സ്വർണ്ണ നാണയങ്ങൾ കൊടുത്തു. മന്ത്രി ദണ്ഡൻ പറയുന്നത് അനുസരിക്കണമെന്ന് പുത്രനെ ഉപദേശിച്ചു. കാഹളം മുഴങ്ങി. പെരുമ്പറയുടെയും ആർപ്പുവിളികളുടെയും അകമ്പടിയോടെ സൈന്യം മുന്നോട്ട് നീങ്ങി. 20 ദിവസം അവർ യാത്ര ചെയ്തു. 21-ാം ദിവസം വൃക്ഷനിബിഡമായൊരു താഴ്വരയിൽ എത്തിച്ചേർന്നു. അവിടെ വിശ്രമിച്ച് 3 ദിവസം അവിടെ തമ്പടിക്കാൻ ഷേർഖാൻ ഭടന്മാർക്ക് അനുമതി നൽകി. അവർ കാട്ടിനുള്ളിൽ സ്വൈരവിഹാരത്തിന് പോയി. അംഗരക്ഷകരെ മന്ത്രിയുടെ സമീപം നിർത്തിയിട്ട് ഷേർഖാൻ ഒറ്റയ്ക്ക് അശ്വാരൂഢനായി താഴ്വാര കാണാൻ പുറപ്പെട്ടു. ശത്രുരാജ്യത്തിനടുത്ത് എത്തിയതുകൊണ്ട് അവിടുത്തെ ഭൂപ്രകൃതി നോക്കി മനസ്സിലാക്കാൻ ഉദ്ദേശിച്ചു. രാത്രി ഇരുട്ടുന്നത് വരെ അയാൾ യാത്ര ചെയ്തു. നിദ്ര കൺപോളകളെ തഴുകിയപ്പോൾ പതിവ് പോലെ കുതിരപ്പുറത്തിരുന്നു തന്നെ ഉറക്കമായി. കുതിര നിലത്ത് ശക്തിയായി ചവിട്ടുന്ന ശബ്ദം കേട്ട് ഷേർഖാൻ ഞെട്ടിയുണർന്നു. സമയം അർദ്ധരാത്രി കഴിഞ്ഞിരിക്കുന്നു. നിലാവിൽ കുളിച്ച വനഭൂമിയാണ് ചുറ്റും. താൻ ആളൊഴിഞ്ഞ സ്ഥലത്താണെന്ന് കണ്ട് ഷേർഖാൻ ഞെട്ടി. അല്ലാഹുവല്ലാതെ മറ്റൊരു ശക്തിയില്ല എന്നുറക്കെ പറഞ്ഞപ്പോൾ ഭയം വിട്ടുമാറി. ചന്ദ്രികയുടെ രജതപ്രഭയിൽ ആ പ്രദേശം സ്വർഗത്തിലെ ഏതോ ഉദ്യാനമാണെന്ന് തോന്നി. തൊട്ടടുത്ത് ശ്രുതിമധുരമായ ശബ്ദത്തിൽ ആരോ ചിരിക്കുന്നത് അയാൾ കേട്ടു. തുടർന്ന് കേൾക്കാൻ കാത്തിരുന്നോളൂ. ഞാൻ വരാം ഉടൻ തന്നെ.